സമയമാണ്. കാലവർഷം അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ബി കെയർഫുൾ ഓൾ ഓഫ് യു. കേരളത്തിൽ മാത്രമല്ല, സമീപ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മഴയാണ്. ബാംഗ്ലൂരും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ. സോ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് എല്ലാവരും സൂക്ഷിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യാം. സോ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു റീഇഗ്നൈറ്റ് യു. ഇന്ന് കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായിട്ട് നമ്മൾ ഡെയിലി മോർണിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റീഇഗ്നൈറ്റ് യു. ബേസിക്കലി അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഗെറ്റ് മോർ എക്സൈറ്റഡ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റോ കുറച്ചുകൂടെ ആവേശമൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇനി ഉണ്ടാകാം. അതിന്റെ ആവശ്യമുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള ചിന്തകളിലും നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികളിലും ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാള് നമ്മളെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഇൻസ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. സോ ദ വെരി ഐഡിയ ഓഫ് ദിസ് സെഷൻ ഈസ് ദാറ്റ്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ, നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വളരെ ഫോക്കസ് ഉള്ള ആൾക്കാരായിരിക്കാം. ഒരുപക്ഷെ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ പുതുമ പോലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജീവിതത്തിൽ ഇതുപോലത്തെ പുഷിംഗ് ഒക്കെ നമുക്ക് വളരെയധികം ആവശ്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ ചിന്തകളിൽ ക്ലാരിറ്റി ഉണ്ടാകുകയും അവര് ചിന്തിക്കുന്ന രീതിയിൽ എപ്പോഴും നല്ല പവർ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. സോ റീഇഗ്നൈറ്റ് എന്നുള്ള ഒരു സെഷൻ നിരന്തരമായിട്ട് ഇതിനു വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സെഷനാണ്. സോ വെൽക്കം ടു ദാറ്റ് അഗെയിൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ താമസിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇല്ലെങ്കിൽ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. സ്പീഡിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് പതുക്കെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റിന്റെ ഒക്കെ സ്പീഡ് 150 മെഗാ പിക്സൽ ഒക്കെയാണ് അതിന്റെ BPS ഒക്കെയാണ് അതിന്റെ മിനിമം സ്പീഡൊക്കെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് 50 KB 100 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഇന്നത് മെഗാ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആയി. 100 150 ഒക്കെ മുകളിലോട്ടൊക്കെയാണ്. അങ്ങനെ എല്ലായിടത്തും സ്പീഡ് കൂടിയപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂടി. നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാനും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തി. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താ നമുക്ക് ഉണ്ടാകുക, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എക്സ്പെക്ടേഷന്റെ ആ പീരീഡ്, അതായത് നമ്മള് പണ്ടൊക്കെ നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ പീരീഡ് കുറഞ്ഞ് പെട്ടെന്ന് റിസൾട്ട് ഇല്ലെങ്കിൽ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും ആൾക്കാർ വരുന്നു, റിസൾട്ട് കിട്ടിയെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച 2 മാസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ വലിയ എന്തോ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ശരിയാണോ തെറ്റാണോ, അതിന്റെ റീസൺ എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്? കാരണം ഈ പ്രപഞ്ചത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ സ്പീഡ് കൂടിയത് കൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്പീഡ് കൂടുന്നില്ല. അപ്പൊ നമ്മളെ സ്പീഡ് കൂടിയ പോലെ ഭൂമി ഒരു ശകലം സ്പീഡ് കൂട്ടിയാലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളാരും പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിൽ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സമയമൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിലുണ്ടാവും. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ഒരു ടോപ്പിക് ഇതാണ്: ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓർ ഡിലേഡ് സക്സസ്. ഡിലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മാസങ്ങളോ വർഷങ്ങളോ ഒന്നും അല്ല. മേ ബി ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ അതൊരു തെറ്റല്ല, ഒരു പ്രശ്നമല്ല. അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ പ്രധാന കാര്യം. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തു അന്നേരം റിസൾട്ട് കിട്ടുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഓൾവേസ് റിമെമ്പർ, ഗുഡ് തിങ്സ് ടേക്ക് ടൈം. നല്ല കാര്യങ്ങൾക്കൊക്കെ സമയം എടുത്ത് മാത്രമേ എപ്പോഴും ഇന്റർനെറ്റിന്റെ സ്പീഡ് കാര്യങ്ങൾ, വണ്ടിയുടെ ഒക്കെ സ്പീഡ് കൂടിയിട്ടും ഇത്രയധികം സാറ്റലൈറ്റ് ഒക്കെ വിക്ഷേപിച്ചിട്ടും ഒരു കുട്ടി ഒരു ലേഡി ഒരു ക്രിയേഷനാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ട, ഈ പ്രകൃതിയുടെ പല കാര്യങ്ങൾക്കകത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മളുടെ എക്സ്പെക്ടേഷനിൽ മാത്രമാണ് പലപ്പോഴും മാറ്റം ഉണ്ടായത്. അതിലൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്ത് മാറ്റം ചിലപ്പോൾ നമ്മുടെ പ്രശ്നം കൂടുന്നുണ്ടാവും. സോ നിങ്ങൾക്കൊരു എംപയർ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ഒട്ടും പറ്റില്ല. എംപയർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ആശയത്തിന്റെ പുറകിലുള്ള ഒരു കാര്യം, നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫിനാൻഷ്യൽ എംപയറും ക്രിയേറ്റ് ചെയ്യാനാണ് ഇതിനകത്ത്. ജീവിക്കാൻ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാകാം. പക്ഷെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഫിനാൻഷ്യൽ ഫ്രീഡം, അതല്ലെങ്കിൽ വലിയ ഒരു വെൽത്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ട് സാധിക്കില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതൊരു പ്രോസസ്സാണ്, അതൊരു ക്രിയേഷൻ ആണ്. അതിന് ചില പ്രോസസ്സിൽ കൂടെ കടന്നു പോയാൽ മതിയാവും. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ ആൾക്കാരിൽ കൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോയിട്ട് വരും. അതായത് കുറെ അധികം ആൾക്കാർ നമ്മളുടെ കൂടെ വരേണ്ടി വരും. ചിലപ്പോൾ ചില ആൾക്കാർ നിർത്തിപ്പോയെന്ന് വരാം. ഒരു ഫിൽട്രേഷൻ ഉണ്ടാവും. എല്ലാ ആൾക്കാർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മുടെ ഒരു പ്രശ്നം
പ്രശ്നം ഇതാണ്, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരെയും ഒരേ ഒരേ മെഷർമെന്റിലാണ് നമ്മൾ അളക്കുക. സ്കൂളിലെ വിദ്യാഭ്യാസ രീതി ആയിക്കോട്ടെ, ഇപ്പം പേരൻസ് ആയിക്കോട്ടെ, 2 കുട്ടികളുണ്ട്, 2 അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരിന്ന് ഒരേ എക്സ്പെക്ടേഷൻ ആണ്. ഒരു 3 പേർക്കും 3 ഡിഫറെന്റ് ടാലന്റ് ആയിരിക്കും, 3 പേർക്കും 3 ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പിരേഷൻ ലെവൽ ആയിരിക്കും. അവരവരുടെ വഴിക്ക് വിട്ടാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, നീ ഡോക്ടർ ആണോ, നീ എഞ്ചിനീയർ ആണോ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. അതേ സമയത്ത് നിനക്ക് എന്തെങ്കിലും ഡിസൈൻ ആണ് ആവശ്യം, ഡിസൈൻ പോകും. നിനക്ക് ശരിക്കും ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, നീ പോയി വർക്ക്ഷോപ്പ് തുടങ്ങും. ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം. ദിലീപ് ചാപ്രി എന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിലീപ് ചാപ്രി ആക്ച്വലി പഠിക്കാൻ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. പക്ഷെ ദിലീപ് ചാപ്രി ഡി സി എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു വണ്ടിയുടെ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ മാറ്റിയെടുത്താൽ അതിനുവേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുവാണ്, സിനിമാടന്മാരും സിനിമാടിമാരും. അപ്പൊ അങ്ങേരുടെ അച്ഛൻ നീ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ആയിട്ടായിരുന്നു. ഓട്ടോമൊബൈൽ ഡിപ്ലോമയ്ക്ക് പോകണ്ട, നീ എഞ്ചിനീയർ ആണോ, നീ ഡോക്ടർ ആണോ, അതിന്റെ പുറകെ പോകണമെന്ന് പറഞ്ഞിരുന്നത് ചിലപ്പോൾ ഈ ലെവലിൽ എത്തില്ലായിരുന്നു. അപ്പൊ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ തരത്തിലും സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പലതരത്തിലും, എല്ലാ തരത്തിലും എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളും സക്സസ്ഫുൾ ആകാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാകാനായിട്ട് ഗുഡ് തിങ്സ് ഓൾവേസ് വിൽ ടേക്ക് സം ടൈം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടാകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള 24 മണിക്കൂർ ദിവസത്തിനുള്ളത് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 24 മണിക്കൂറിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ നിര എന്ന് പറഞ്ഞാൽ വളരെയധികമാണ് പല ആൾക്കാർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഫാസ്റ്റ് പേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഫാസ്റ്റ് ഫുഡ് നമുക്കറിയാം, ഒരു റെസ്റ്റോറന്റിലൊക്കെ ഇന്ന് വളരെ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിലേക്കാണ് കൂടുതൽ ചെയ്യുന്നത്. ഫാസ്റ്റ് കാർ, പണ്ടൊക്കെ ഒരു ആവറേജ് വണ്ടിയുടെ ഒരു BHP എന്ന് പറഞ്ഞാൽ 60 BHP 50 BHP ആണെങ്കിൽ ഇന്നൊരു 100 BHP താഴെ ഒരു വണ്ടിയല്ല. 150, 200, 253 ഒക്കെ എന്റെ ഇരിക്കുന്ന കാരണം 253 BHP ആണ്. ഒരു ചവിട്ടിയാൽ ചിലപ്പോൾ അത് അങ്ങ് പോകും. അതൊക്കെയാണ് ഇന്ന് എല്ലാവർക്കും, എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും താല്പര്യം അതാണ്. കാരണം എന്താണ്, ഫാസ്റ്റ് ആയിട്ട് പോകണം, നമുക്ക് സമയമില്ല, നമുക്ക് അതാണ് പ്രശ്നം. എന്തിനാന്ന് നമുക്കറിയില്ല. ഫാസ്റ്റ് ഇന്റർനെറ്റ്, ഫാസ്റ്റ് ലൈഫ്, ക്വിക്ക് ഫിക്സസ്. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അത് പെട്ടെന്ന് സോൾവ് ചെയ്യാം, ക്വിക്ക് ഫിക്സ് ആണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. ആൻഡ് ഫാസ്റ്റ് ലൈഫ്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ പണ്ട് വർഷങ്ങൾ എടുത്ത് നടത്തിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ ഇന്ന് ദിവസങ്ങൾ കൊണ്ടും മണിക്കൂർ കൊണ്ടും ചെയ്യാൻ പറ്റും. ഞാൻ അന്ന് ഗുജറാത്തിൽ താമസിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് കത്താണ് വരിക. ഇവിടുന്ന് വിട്ടാൽ 3-4 ദിവസം കഴിയുമ്പോൾ അവിടെ എത്തുക. അത്യാവശ്യമാണ് ടെലിഗ്രാം ചെയ്യും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഇന്ന് നമ്മൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വീഡിയോ കോളിംഗ് വിളിക്കാം, ഏത് കോളിംഗ് അവൈലബിൾ ആണ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ മൊബൈല്, വീഡിയോ, ട്രാവൽ, ഇന്റർനെറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നാഗാലാൻഡിൽ പോകുന്നത് 3 ദിവസം കൊണ്ടാണ് അവിടെ എത്തിയത്. ഫ്ലൈറ്റിൽ പോയപ്പോൾ 3 ദിവസം കൊണ്ടാണ് എത്തിയത്. അതായത് കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം എത്തി. വൈകുന്നേരം പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിൽ കൽക്കട്ടയിൽ പോയി. അന്ന് നാഗാലാൻഡിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. അന്ന് പിറ്റേ ദിവസം രാവിലെയാണ് നാഗാലാൻഡിൽ എത്തുക, ദിമാപൂരിൽ. ഇന്നോ ഇവിടുന്ന് ഒറ്റയടിക്ക് എത്താം. അപ്പൊ ഫ്ലൈറ്റിൽ പോയാൽ 3 ദിവസം എടുക്കുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി, കാലങ്ങൾ ഒത്തിരി മാറിയെന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയ പലപ്പോഴും നമുക്ക് ഭാര്യയായിട്ടാണ്. നമുക്ക് നീ ഫോണിലേക്ക് എത്തുന്ന കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഡയൽ ചെയ്യുന്ന ഈ ഫോൺ നിങ്ങളുടെ വീട്ടിൽ 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ കാണിച്ചാൽ ഇവൻ ഇത് എന്താണ് ഇതിന്റെ പ്രയോജനം ചോദിച്ചാൽ അവന് ചിലപ്പോൾ ഊഹിക്കാൻ പോലും പറ്റില്ല ഇത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിശയാണെന്ന് തോന്നും, ശരിക്കും അതിശയമല്ല. അതാണ് നമ്മൾ. പക്ഷേ ഈ ഫോണിലൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ള പല ആൾക്കാർക്കും ഈ ഫോണിനെ കുറിച്ച് നല്ല അറിവുണ്ട്. 50 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ ഫോണാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജീവിതത്തിൽ തുടക്കത്തിൽ അല്ലേ. പിന്നെ ആ സമയത്ത് നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മളോട് ഇതുപോലെ ഫാസ്റ്റ് പേസ് ഉള്ള സാധനം നമ്മൾ വിശ്വസിക്കുക പോലുമില്ല. നമുക്കന്ന് അത് മതിയായിരുന്നു. ജീവിതത്തിന്റെ താളം അതൊക്കെയായിരുന്നു. അത് നമ്മൾ എൻജോയ് ചെയ്യുമായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുമായിരുന്നു. ചുറ്റും നോക്കിയൊക്കെ ആയിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും നോക്കുന്ന എത്ര പേരുണ്ട്. എല്ലാവരും താഴോട്ട് നോക്കിയിരിക്കുന്നത് മൊബൈലിലേക്ക് അല്ലെ. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനിൽ കയറി നോക്കുക, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും മൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നോക്കുക. ആ ഒബ്ജക്റ്റ് ഒരു വണ്ടിക്കകത്ത് ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ പ്രകൃതിയെക്കാളും കൂടുതൽ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റിനകത്ത് കാണുന്ന, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആരോ എടുത്തിട്ട് ഒരു ഫോട്ടോയാണ്. അത് പ്രകൃതിയുടെ തന്നെ ആയിരിക്കാം. പക്ഷെ അതിനേക്കാളും എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒത്തിരി ഫിലോസഫിക്കലായിട്ട് പോകല്ല, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ. അറ്റൻഷൻ സ്പാൻ, നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന സമയം കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. അതായത് പണ്ടൊക്കെ നമുക്ക് ഒരു ബുക്ക് കുത്തിയിരുന്ന് വായിക്കാൻ, എന്റെ ഉൾപ്പെടെ കാര്യം പറയുന്നത്, ഒരു ബുക്ക് കുത്തിയിരുന്ന് വായിക്കാൻ, ഒരു ബുക്കൊക്കെ ശരിക്കും ഒരു 10 ദിവസം കൊണ്ടൊക്കെ 100-300 പേജുള്ള ബുക്ക് വായിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനെന്നാലും ഒത്തിരി പേര് ആ സമയത്ത് വായിച്ചു തീർത്തു. അപ്പൊ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാല് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തോ പിന്നെ നമ്മുടെ അറ്റൻഷൻ പോകും. അപ്പൊ ഏതെങ്കിലും ഈ നമ്മുടെ
വാട്സപ്പിനകത്തൊരു മെസ്സേജ് വരും, നമ്മൾ അങ്ങോട്ട് പോകും. ഇത് അങ്ങോട്ട് നോക്കി കയ്യിലെടുത്താൽ പിന്നെ 10 മിനിറ്റ് താഴെ നോക്കിയില്ല. കാരണം അതിനകത്ത് മുമ്പ് വന്ന മെസ്സേജ്, അത് കഴിഞ്ഞ് വന്ന മെസ്സേജ്, അപ്പൊ ഏതെങ്കിലും ഒരു ജോക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ വെറുതെ നമ്മൾ ചുമ്മാ നാളിൽ ഇടയ്ക്ക് വാട്സപ്പ് കയറി നോക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉണ്ടായൊരു സംഭവം, അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു. 45 സെക്കൻഡ് ഉള്ള വീഡിയോ പോലും ഇന്ന് വളരെ കൂടുതൽ സമയമാണെന്ന് തോന്നുന്ന ആൾക്കാർ. 45 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് താഴെ ഉള്ളൂ. ഈ 45 സെക്കൻഡ് ഉള്ള റീൽ വീഡിയോസോ അല്ലെങ്കിൽ ഈവൻ ഷോർട്സോ ഒക്കെ തന്നെ പോലും അത് അതിന്റെ നീളം കൂടുതലാണെന്ന് പറയുന്ന ഒരു കാലത്തിലാണോ നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ മണിക്കൂറുകൾ എടുത്തോണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ കറങ്ങി നമ്മളത് കണ്ടുകൊണ്ട് നിന്ന് എൻജോയ് ചെയ്ത് ഈ സാധനം എല്ലാം കണ്ട് മനസ്സിലാക്കി ഉപയോഗിച്ച ആൾക്കാരുമാണ്. പക്ഷെ ഇന്ന് 45 സെക്കൻഡിന് ഷോർട്സോ റീൽസോ പോലും വളരെ പെട്ടെന്ന് അത് നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒരു 5 സെക്കൻഡ് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടക്കെന്ന് അങ്ങ് മാറ്റും. കാരണം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റ്സ് അല്ലേ ഉള്ളത്. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ പറയാറുണ്ട്, അവരെ ആദ്യത്തെ 5 സെക്കൻഡ് ഈസ് ക്രൂഷ്യൽ. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചപ്പോ ആദ്യത്തെ 5 സെക്കൻഡാണ് ചേട്ടാ ഭയങ്കര ക്രൂഷ്യൽ. 5 സെക്കൻഡില് ഇവന് ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ബാക്കി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. 5 സെക്കൻഡ്, 5 സെക്കൻഡ് ഒരു മനുഷ്യന് 100 വർഷം വരെ ജീവിക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 5 സെക്കൻഡ് കഴിഞ്ഞ് 6ാമത്തെ സെക്കൻഡിന് ക്ഷമയില്ലാത്ത കാലത്ത് എത്തിയെന്നുണ്ട്. നമുക്ക് എവിടെ എത്തി നമ്മൾ ആലോചിച്ച് നോക്കാം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ക്യൂവിൽ പോയാൽ 10 മിനിറ്റ് നിൽക്കാനായിട്ട് നമുക്ക് മടിയാണ്. അതാണ് ഇന്നത്തെ കാലം. സോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ കറക്റ്റ് ആയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അധികം ആൾക്കാർ ഇപ്പൊ വിജയിക്കാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യും. സോ ഓൾവേസ് റിമെമ്പർ, സക്സസ് നെവർ കംസ് ടു ഫാസ്റ്റ്. ജീവിതത്തിൽ ഒരിക്കലും വിജയം ഇത്ര ഫാസ്റ്റ് ആയിട്ട് വരില്ല. അതിൻ്റെതായ പ്രോസസ് ഉണ്ട്. ഒരു ഷോർട്ട് കട്ട് ഇല്ല വിജയിക്കാനായിട്ടെന്നുള്ള എപ്പോഴും മനസ്സിലാക്കുക. എത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് വന്നാലും, എത്ര ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും, ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്നതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സക്സസ് ആകാനായിട്ടുള്ള അതിന്റെ സ്പീഡ് കൂടുന്നില്ല എന്നുള്ള നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒത്തിരി ട്രെയിനേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ട്രെയിനേഴ്സ് ഉള്ള നാടാണ് കേരളം. എല്ലാവരും തന്നെ ട്രെയിനേഴ്സ് അല്ല ഇവർ. ആക്ച്വലി ദേ ആർ ജസ്റ്റ് പബ്ലിക് സ്പീക്കേഴ്സ്. അവർ കുറെ സാധനങ്ങൾ എവിടെന്നെങ്കിലും എടുക്കുന്നു, പറയുന്നു, അത് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള അത് ട്രെയിനർ അല്ല. ട്രെയിനർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റണം. നിങ്ങളുടെ മേ ബി ഒരു ലോങ് ടൈം പ്രോസസ് ആണ് ട്രെയിനിങ്. ഒരൊറ്റ സെഷൻ 15 മിനിറ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന ജീവിതത്തിൽ ആരും കരുതണ്ട. കാരണം അതൊക്കെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ചില പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ട സാധനം, സക്സസ് ആകാനുള്ള ഫോർമുല, അതിന് സമയമെടുക്കും. അതിന് കുറച്ച് കാര്യങ്ങളാണ്. പേഷ്യൻസ് സാധനം ഉണ്ടല്ലോ, അതായത് ക്ഷമ. ആ ക്ഷമ എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള അതിന് വാല്യൂ ഉണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. വെറുതെ സ്വപ്നം കണ്ട് ആകുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നതല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതോടൊപ്പം അതിന് ഇവോൾവ് ചെയ്ത് വരാനെടുക്കുന്ന ഒരു സമയം, അത് കൊടുക്കാതെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ സക്സസ് വെറി ഗ്ലോബൽ എന്നുള്ള ഓർഗനൈസേഷൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 3 മാസം റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയുക പോലും ഇല്ലായിരുന്നു. റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും കൂടിയില്ല. എത്ര ബിസിനസ് വരുമാനം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നതും കൂടിയില്ല. നമ്മളെ ലക്ഷ്യം, ഇതിനൊരു പ്രോസസ് ഉണ്ട്, അത് ക്രോസ് ചെയ്യാൻ. ഒരു 6 months കൊണ്ടാണ് കൊള്ളാവുന്ന ഒരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഫസ്റ്റ് 6 months വാസ് റിയലി ടെറിബിൾ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആയിരുന്നില്ല. എല്ലാ മനുഷ്യന്റെ പ്രശ്നം നമ്മൾ 6 months, അത് കഴിഞ്ഞിട്ടോ എത്ര നാൾ കഴിഞ്ഞിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവില്ലേ. സോ അതുകൊണ്ട് തന്നെ ഇന്ന് പക്ഷെ അങ്ങനെയല്ല. പെട്ടെന്ന് ആൾക്കാർ തീരുമാനമെടുക്കും. അങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഞാനൊരു 2 ആഴ്ച കൂടെ നോക്കും കേട്ടോ, അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തും. ആർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്? ഈ 2 ആഴ്ച എന്തിനാ നോക്കുന്നത്? എന്തിനാ നിർത്തിക്കൂ? ഞാൻ ആൾക്കാർ പറയുന്നത്, നീ എന്തിനാ വെറുതെ 2 ആഴ്ച കൂടെ കളയുന്നത്? ഇന്ന് തന്നെ അങ്ങ് നിർത്തിക്കോ, അപ്പൊ പ്രശ്നം തീരുമല്ലോ. കാരണം നമ്മൾ കണ്ടീഷനായിട്ട് വെച്ചിട്ട് സക്സസ് ആകാൻ പോയാലുള്ള അവസ്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങും എത്തേണ്ടി വരില്ല. കാരണം കണ്ടീഷണൽ ആയിട്ട് ജീവിതത്തിൽ ആർക്കും ഒരു നല്ല കാര്യങ്ങളും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ സക്സസ് ആകാനായിട്ട് നമ്മളൊരു കണ്ടീഷൻസ് വെച്ച് വർക്ക് ചെയ്താൽ, നമ്മൾ സക്സസ് ആകാവുന്ന വരെ വർക്ക് ചെയ്യുക, അത് മാത്രമേ ഒരു കണ്ടീഷൻ ഉള്ളൂ. അപ്പം അതല്ലെങ്കിൽ ഉണ്ടാകാവുന്ന യു മേ ലൂസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും. സോ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ എബിലിറ്റി ടു വെയിറ്റ്. വെറുതെ ഇങ്ങനെ ആലോചിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക എന്നുള്ളതല്ല പേഷ്യൻസ് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കീപ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് വൈൽ യു വെയിറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, വെയിറ്റ് കഴിഞ്ഞാൽ വെറുതെ ഇരുന്നല്ല, അടുത്ത സെന്റൻസ് മനസ്സിലാവും. വെറുതെ ഇരിക്കുകയല്ല, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെടുത്താതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്നും ആശങ്കകളാണ്. നടക്കുമോ, ശരിയാണോ എന്നുള്ളൊരു കാര്യം ആദ്യം നമുക്ക് മനസ്സിലാക്കാതെ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ വിശ്വാസം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് അതിനോട് ഇറങ്ങി അങ്ങ് പുറപ്പെടുക. പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് മാസത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. അടുത്ത 6 മാസം ഞാനൊരു വലിയ പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. നവംബർ വരെയുള്ള സമയം 6 മാസം
ഈ 6 മാസം തിരിഞ്ഞു നോക്കി ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മൾ പ്രശ്നം 6 മാസത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നുള്ളത് എന്റെ അങ്ങ് തീരുമാനിച്ച് പുറകോട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ശരിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വർക്കിംഗ് വിത്ത് എ ഡിറ്റർമിനേഷൻ, ദാറ്റ് ഈസ് കോൾഡ് പേഷ്യൻസ്. അതായത് ഒരു നല്ല പ്രവൃത്തി, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിനല്ല, കൃത്യമായി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് പേഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായ തീരുമാനത്തോട് ഞാൻ ഇതിൽ വിജയിച്ചിരിക്കും, അതിനെന്തായാലും വിജയിക്കും. കാരണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോട് ആൾക്കാർ വരും. നിങ്ങൾ തന്നെ ആശങ്കയില്, നിങ്ങൾ തന്നെ ചിലപ്പോൾ ഓൺലൈൻസിനെ കൂട്ടിയാൽ അപ്ലൈനോട് ഞാൻ 2 ആഴ്ച കൊണ്ട് നോക്കും കേട്ടോ, ഇത് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല, ഒത്തിരി അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അഭിപ്രായമൊക്കെ ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ഈ കണ്ടീഷൻസ് ആണ് പലപ്പോഴും എന്തുണ്ടാകുന്നത്. പല ആൾക്കാരെ ഒരാഴ്ച മുതൽ തന്നെ റിസൾട്ട് ഓറിയന്റഡ് ഭയങ്കര പ്രതീക്ഷകളാണ്. കാരണം സാർ നിവൃത്തിയില്ല, അതാണ് ഈ പ്രശ്നം. ഒരാളെന്നോട് പറഞ്ഞത്, സാറേ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാകുന്നത്. നിവൃത്തി ഇല്ല എന്നുള്ള സത്യമാണ്, പക്ഷെ നിവൃത്തി ഇല്ല എന്നുള്ളത് ഒരു ജീവിതത്തിൽ ഒരു കാര്യം ഫാസ്റ്റ് ആകാനുള്ള റീസൺ അല്ല. നിവൃത്തി ഇല്ലാതെ വന്നതിന് കാരണം ഉണ്ടാവും ഒത്തിരി. പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് പ്രൊജക്ട് ആണെങ്കിലും അത് അതിനകത്ത് വിജയിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? ആ തീരുമാനം, അതാണ് ഡിറ്റർമിനേഷൻ, അതാണ് നിങ്ങളുടെ പേഷ്യൻസ് എന്ന് പറയുന്നത്, അതാണ് വർക്കിംഗ് വിത്ത് എ ഡിറ്റർമിനേഷൻ. സോ നോ പോയിന്റ് ഇൻ സ്ട്രെസ്സിങ് ഔട്ട് ഫോർ തിങ്സ് വിച്ച് വി കനോട്ട് ചേഞ്ച്. ചില ആൾക്കാർക്ക് ഇപ്പൊ മഴയാണ്. ഇന്ന് രാവിലെ ലത അവർക്കൊരു ഇന്റർവ്യൂ ബോർഡിലുണ്ട്, തിരുവല്ലയിലെ ഒരു കോളേജിലെ ലൈബ്രറിനെ സെലക്ട് ചെയ്യുന്നതിനുണ്ട്. രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ഞാൻ ഭയങ്കര മഴ എന്ത് ചെയ്യും? ഞാൻ മഴ എന്ത് ചെയ്യാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് പോവാ, അതല്ലെങ്കിൽ വിളിച്ചു പറയാ ഞാൻ ഇന്ന് വരുന്നില്ല, മഴയാ. ഈ 2 ഓപ്ഷനല്ലേ ഉള്ളൂ. മഴ നോക്കി ഇന്ന് കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല. ഭയങ്കര മഴയാണ് എന്നുള്ളത് റിയാലിറ്റിയാണ്. യു ജസ്റ്റ് കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പക്ഷെ അതിനെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. മഴയാണല്ലോ, എന്ത് ചെയ്യും? മഴ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നുകിൽ നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിക്കുക, കിടന്നുറങ്ങുക. അല്ലെങ്കിൽ പണിയെടുത്ത് ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരാണെങ്കിൽ മഴയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? റെയിൻകോട്ട് ഇടാൻ പറ്റുമോ? കുട പിടിക്കാൻ പറ്റുമോ? കാർ എടുത്ത് പോകാൻ പറ്റുമോ? ഈ വീട്ടിൽ ഇരുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമോ? ഇതാണ് ശരിക്കും ചെയ്യേണ്ട കാര്യം. അതിന് പകരം കുറ്റം പറഞ്ഞ് നമ്മളെ ആരൊക്കെയോ നമ്മളുടെ ജീവിതത്തിന് ഒത്തിരി വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള മട്ടിൽ നിൽക്കുന്ന ഒരു കാര്യം ഞാൻ എന്നും റിയലൈസ് കാര്യം, നമ്മുടെ ജീവിതത്തിന് നമ്മൾ മാത്രം ഉത്തരവാദി. അല്ലാതെ ഈ ബിസിനസ് വന്നുകൊണ്ട് അപ്ലൈൻ ഉണ്ട്, ഡൗൺലൈൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉത്തരവാദിത്തം ആരെങ്കിലും കൂടുമെന്ന് പ്രതീക്ഷിച്ച് ഷെയർ ചെയ്യുന്നുണ്ടോ ഉത്തരവാദിത്തം? പക്ഷെ പ്രൈമറിലി റെസ്പോൺസിബിലിറ്റി എന്റെ തന്നെയാണ്. അതിൽ ഞാൻ മുന്നോട്ട് പോയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? പലപ്പോഴും നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. സോ പേഷ്യൻസ് ഈസ് ദ കമ്പാനിയൻ ഓഫ് വിസ്ഡം. നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത്, നമ്മളെ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ശരിയായിട്ടുള്ള അറിവെന്ന് പറയുന്നത്, അത് ക്ഷമയുണ്ടെങ്കിൽ ആ ക്ഷമ അതിന്റെ ഒരു കമ്പാനിയൻ, എന്റെ കൂട്ടുകാരനാണ്. കാരണം ശരിയായ ഒരു വിസ്ഡം ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ക്ഷമയുണ്ടാവും. നിന്നിപ്പോ ചിലപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കും ക്ഷമ ഉണ്ടായിട്ടുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്നത്തെ കാര്യം മാത്രമേ കാണുന്നുള്ളത് മനസ്സിലാക്കുക. സോ പേഷ്യൻസ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അല്ലെ? പറഞ്ഞാൽ ആരോട് അങ്ങനെ ക്ഷമിക്കില്ല. ഒരു കാര്യത്തിന് വേണ്ടി അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് 2025 26 ഒരു പ്രൊജക്ട് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ 2026 അത് നല്ല ക്ഷമയോടുകൂടി, ഒരു ആവേശത്തോടുകൂടി നിങ്ങൾ അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടാവും. സോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ലോകത്തിലെ വലിയ വർക്കുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്ട്രെങ്ത് വെച്ചിട്ടല്ല, പെർസീവിയറൻസ് വെച്ചിട്ടാണ്. അതായത് സ്ഥിരോത്സാഹം വെച്ചിട്ടാണ്. ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്താണ് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ലോകത്തിലെ നിങ്ങൾക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പല പ്രൊജക്ടുകളും. അതിനകത്ത് ഒരു പ്രൊജക്ട് ആയിരുന്നു നയാഗ്ര ഫോൾസ്, നയാഗ്ര വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നാണ്, ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് വേണം പറയാം. നയാഗ്ര ഫോൾസിന്റെ അവിടെ നിങ്ങൾ പോയിട്ടുണ്ട്, അറിയാം ഭയങ്കര കാറ്റാണ്. അപ്പൊ അവിടെ ഒരു ഒബ്സർവേഷൻ ടവർ ഉണ്ടാകണം. ഈ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പോകുന്നതാണ്, പിന്നെ ആൾക്കാർ പൈസ വലിച്ചെറിയും, പലതരം ഇതുണ്ട്. അപ്പൊ ഒബ്സർവേഷൻ ടവർ ഉണ്ടാക്കണം. ഈ ഒബ്സർവേഷൻ ടവർ അവിടെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഈ വെള്ളച്ചാട്ടത്തിന് അഗേൻസ്റ്റ് ഒരു ക്രോസ് ചെയ്യണം ഒരു ലൈൻ, ഒരു പൈപ്പ്. പക്ഷെ അതിന് പറ്റില്ല, കാരണം അത് വലിയ നീളമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് വരെ എത്തിയില്ല. ട്രെയിൻ ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല, ട്രെയിൻ ഉണ്ടെങ്കിലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ്, ഭയങ്കര കാറ്റും ഒക്കെയാണ്. എങ്ങനെ ഇത് സാധിക്കും എന്നുള്ള ഒരു ഭയങ്കര ആശയങ്ങൾ നടത്തിയപ്പോ ഒരാൾ പറഞ്ഞു, നമുക്കൊരു ആശയം ചെയ്താലോ, നമുക്കൊരു പട്ടം പറത്തൽ കോമ്പറ്റീഷൻ വെച്ചാലോ, ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു പട്ടം പറപ്പിക്കാനായിട്ട്. ആക്ച്വലി നടന്ന സ്റ്റോറിയാണ് ഇത്. നടന്ന 1930 ആ സമയത്ത് ഒരു പട്ടം പറത്തൽ കൈറ്റ് കോമ്പറ്റീഷൻ വെച്ചു. ഒരറ്റത്ത് നിന്ന് കാറ്റിന്റെ ഡയറക്ഷൻ നോക്കി മറ്റേ അറ്റത്തേക്ക് പട്ടം എത്തിക്കുക. ആഴ്ചകളോളം പലരും ട്രൈ ചെയ്തു. അവസാനം ആഴ്ചകൾക്ക് ശേഷം പല ആഴ്ചകൾ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷൻ ഇതിന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അവരുടെ ആഗ്രഹം ഒരു നൂല് ഇതിന്റെ അപ്പുറത്തെത്തണം, അത്ര മാത്രമേ ഉള്ളൂ. ആഴ്ചകൾ പണിയെടുത്തിട്ടാണ് ഒരു നൂല് അപ്പുറം എത്തിയത്, ഒരു പട്ട അപ്പുറം എത്തിയത്. ആ പട്ട അവിടെ പിടിച്ചിട്ടാണ് അവിടെ കെട്ടി.
എന്നിട്ട് ആ നൂലിന്റെ അറ്റത്ത് കുറച്ചുകൂടെ വണ്ണമുള്ള നൂലെടുത്ത് ഇങ്ങോട്ട് വലിച്ചു. അങ്ങനെ മാസങ്ങൾ കൊണ്ട് ഇവര് 1 മില്ലിമീറ്റർ 1 ഇഞ്ച് തിക്നെസ് ഉള്ള ഡയമീറ്റർ ഉള്ള ഒരു കമ്പി അപ്പുറം കിടത്തി. അതിന്റെ മുകളിൽ കൂടിയാണ് പിന്നെ ബാക്കിയെല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഈ പറയുന്നത് ഒരു പട്ടപ്പറ പറത്താനായിട്ട് ആഴ്ചകൾ പറത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ഒരു കാര്യം നമ്മുടെ തലയിൽ കയറിയാൽ അത്രയധികം ക്ഷമയോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം. പല ആൾക്കാർക്കും അതില്ല. നമ്മൾ ഉടനെ അടുത്ത പണി നോക്കുകയാണ്. നമുക്ക് ഇഷ്ടംപോലെ പണി ഇങ്ങനെ കിടക്കുകയാണ്. അത് റിസൾട്ട് ഉണ്ടോ അതുമില്ല. 15 വർഷം തിരിഞ്ഞു നോക്കി ഒന്നും ആയിട്ടില്ല. എന്നാൽ ഇതെങ്കിലും മര്യാദയ്ക്ക് അതും ചെയ്യാൻ താല്പര്യം. അതാണ് അവസ്ഥ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളൊരു പ്ലാന്റ് സീഡ് ചെയ്യുന്ന ദിവസം അല്ല, അല്ലെങ്കിൽ പ്ലാന്റിലെ വിത്ത് കുഴിച്ചിടുന്ന ദിവസം അല്ല നമ്മളായിരുന്നു റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലെ? ഒരു തെങ്ങ് വെച്ച് എത്ര നാളെടുക്കും ഒരു തേങ്ങ അതിന്ന് കിട്ടാനായിട്ട്? പക്ഷെ ആ തേങ്ങ കിട്ടി തുടങ്ങി കഴിഞ്ഞാലോ അത് നിരന്തരമായിട്ട് എത്രയോ വർഷങ്ങളേക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ. ഒരു മാവായിട്ടെ റബ്ബർ ആയിക്കോട്ടെ, എല്ലാത്തിനും അങ്ങനെയല്ലേ. സോ നിങ്ങൾ ശരിക്കും ഈ ബിസിനസ് ചെയ്തിട്ട് ടയർഡ് ആയെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക. അത് വിട്ടുപോകാനല്ല. ഞാൻ ഒരാഴ്ച ഒന്ന് മാറി നിൽക്കട്ടെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒന്നുകൂടെ പല ആൾക്കാരും ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം സ്വയമായിട്ട് ഒന്നും ആലോചിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ബംഗാളികൾ രാവിലെ ടൂൾസുമായിട്ട് പോകുന്ന പോലെ, രാവിലെ എഴുന്നേറ്റ് ഒരു തോർത്ത് നില വെച്ചിട്ട് പോകുന്ന പോലെ നമ്മളിങ്ങനെ ബുക്ക് എടുത്ത് ഇറങ്ങുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ആലോചനയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ലൈഫിനെ കുറിച്ച് തന്നെ ഒരു ബോർഡ് എടുത്തിട്ട്, ഒരു വിഷൻ ബോർഡ് എന്ന് പറയും. എന്റെ ലൈഫ് എന്താണ്? കഴിഞ്ഞ ഒരു 25, 40, 30 വർഷം എന്റെ ജീവിതം ഞാൻ എന്തൊക്കെ ചെയ്തു? ഇനി ഒരു 15 വർഷം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം? അതിനകത്ത് അടുത്ത 1 വർഷം കൊണ്ട് എന്ത് ചെയ്യണം? 2 വർഷം കൊണ്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്നതിൽ എവിടെയാണ് ഒരു മാറ്റം വരുത്തേണ്ടത്? ഞാൻ എങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കാം? നമ്മൾ പലപ്പോഴും നമ്മുടെ ഡൗൺലൈനെ കുറിച്ച് അവന് മാറിയാൽ നമ്മൾ രക്ഷപ്പെടും. അവൻ മാറിയ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ കുഴപ്പം, നമ്മുടെ താഴെ ഒരുത്തം ഭയങ്കരമായ പണിയെടുത്ത് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് നടക്കുന്നത്. ഈ വ്യക്തി ഞാനാണ് എന്ന് ആദ്യം തുടങ്ങുന്ന തീരുമാനം നമ്മൾ എടുക്കുന്നില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ കുഴപ്പം. ആ തീരുമാനം ഞാനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുക്കാൻ പോകുന്നത്, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്, പ്രശ്നം തീരും. ഇൻ അവർ ബിസിനസ് ഇറ്റ് മൈറ്റ് ടേക്ക് ലിറ്റിൽ ലോങ്ങർ, ബട്ട് ഫോർ സം പീപ്പിൾ ചിലപ്പോ കുറച്ച് സമയം എടുക്കാം. പക്ഷേ ബിസിനസ് അല്ലേ, അതിന് ആ ഒരു ടീം സെറ്റപ്പ് ചെയ്ത സമയം എടുത്താക്കാം. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ആൾക്കാരെ നിർത്തി പോകുന്നത് എപ്പോഴാണെന്നറിയാം? ആദ്യത്തെ 5 പേര് നോ പറയും. ഞാനൊരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ ചെയ്യാം, ഓ വേണ്ട, താല്പര്യം ഇല്ല എന്ന വാക്ക് കേട്ടാല് നമ്മളോട് എന്തോ തോന്നൽ, നമ്മളോട് വൈരാഗ്യം ഉണ്ടാ അവർ എന്നുള്ള തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. എന്നോടൊക്കെ ആൾക്കാർ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞവരുടെ എണ്ണം പിടിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷെ ഈ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ എല്ലാ മഹാന്മാരെക്കാളും നന്നായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ ആൾക്കാരെക്കാളും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഞാന് എന്റെ കൂടെ പഠിച്ച, എന്റെ കൂടെ ജോലിക്ക് ഞങ്ങൾ കയറിയ ആൾക്കാരുടെ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ബോംബെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എല്ലാവരും കഴിഞ്ഞ 32 വർഷം മുമ്പ് ചെയ്താണ്. 32 വർഷത്തെ എന്ത് ചെയ്തു? 33 വർഷം മുമ്പ് 32 വർഷത്തെ സ്റ്റോറീസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളിൽ പലരും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും, പക്ഷെ നിങ്ങൾ എത്ര പേർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്? നിങ്ങളൊരു കാരണമായിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ പോലും ആയിട്ടില്ല. വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കാരണമായിട്ടുണ്ട്. നമ്മുടെ സക്സസ്ഫുള്ളിയുടെ വെബ്സൈറ്റ് തുറന്ന് കാണിച്ചു കൊടുത്തു ഓൺലൈനിൽ. ഞാൻ പറഞ്ഞ് നിങ്ങൾ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കുന്ന മാത്രമല്ല, എത്ര ആൾക്കാർ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾ സഹായിച്ചു. നിങ്ങൾ സഹായിച്ചിട്ട് ഞാൻ ആരുടെ വീട്ടിൽ ഒന്ന് പൈസ ഉണ്ടാക്കി തരാൻ സഹായിച്ചില്ല. പക്ഷെ ഇതുപോലത്തെ ട്രെയിനിങ്ങുകളോ ഇതുപോലത്തെ ഐഡിയാസോ ഒക്കെ തുടങ്ങാനായിട്ട് തുടങ്ങിയത് ഒരു പക്ഷെ ഞാനായിരിക്കില്ലേ? അതുപോലെ നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നൊരു സൂപ്പർ പവർ എന്നുള്ള സംഭവം ഒന്നും അല്ല. സാധാരണക്കാരൻ ചെയ്യുന്ന പരിപാടി തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ സാധാരണക്കാരൻ ചെയ്യുന്ന പരിപാടികൾ പലരും ചെയ്യുന്നില്ല. അതാണ് കുഴപ്പം. അങ്ങനെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര പേരെ നിങ്ങൾ ചെയ്യാൻ പറ്റും? അങ്ങനെ എത്ര പേരെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ഒരു 5 നോ കേൾക്കുമ്പോൾ തന്നെ എല്ലാം വാലും ചുരുട്ടി പോകുന്ന പരിപാടിയാണ്. നമ്മളോട് എന്തോ ആൾക്കാർക്ക് വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള തോന്നലാണ് മനുഷ്യനുണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ബിസിനസ്സിനകത്ത് പ്രാക്ടീസ് എന്താ വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് മനസ്സിലാക്കുക, അതിനെ ഡെപ്തിൽ മനസ്സിലാക്കുക, എന്തൊക്കെ സാധ്യതകൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക, അതിനെ ഓൺ ചെയ്യുക. ദിസ് ഇസ് മൈ ബിസിനസ്, നോട്ട് സംബഡി എൽസസ് ബിസിനസ്. ദെൻ നമുക്ക് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മുടെ ബിസിനസ്സിനകത്തല്ല, ജീവിതത്തിൽ തന്നെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും. നമുക്ക് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വരില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. വന്നാൽ നന്നായി, വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഒരു ഷാർപ്പായിട്ടുള്ള ഫോക്കസ് ഉണ്ടാവും ജീവിതത്തിൽ. ഭയങ്കര ഷാർപ്നെസ് നമ്മുടെ ജീവിതത്തിൽ, ചിന്തകൾക്കും നമ്മുടെ ലൈഫില് ഫോക്കസ് നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക. നമ്മൾ പലപ്പോഴും പല ആൾക്കാർക്കും ഫോക്കസ് ഇല്ല. ഫോക്കസ് പൈസ ഉണ്ടാക്കണം, ഇത് മാത്രം അറിയാമോ? വേറെ ഒരു കാര്യം അറിയാം. പൈസ ഉണ്ടാക്കണം, ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പൈസ ഉണ്ടാക്കണം എല്ലാവരും ആഗ്രഹമാണ്. പക്ഷെ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എന്താണ് ഞാൻ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? പല ആൾക്കാർക്കും അറിയില്ല. അതാണ് എന്റെ പ്രശ്നം. സോ ഇറ്റ് ഈസ് വർത്ത് ടു ഹാവ് പേഷ്യൻസ് ഇൻ യുവർ ലൈഫ് ആൻഡ് നെവർ ക്വിറ്റ്. ജീവിതത്തിൽ ഒരിക്കലും നിർത്തിപ്പോരുത് ചെയ്യുന്ന പരിപാടി. ഒരു ദിവസം ഒരു 5 ആക്ടിവിറ്റി എങ്കിലും നമ്മൾ മിനിമം ചെയ്യുക. 5 ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല.
ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് 10-15 ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏതിലാണോ വിശ്വസിക്കുക അതിനകത്ത് ഒരു 5 ആക്ടിവിറ്റിയെങ്കിലും നിരന്തരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. പക്ഷെ അതൊരു കാര്യം മനസ്സിലാക്കണം, 5 ആക്ടിവിറ്റി ചെയ്യാൻ പറ്റണം. ആൻഡ് നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാളെ ആർക്കും വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യരുത് എന്നൊരു കാലം ഉണ്ടാകരുത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പേരൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ആരെങ്കിലും സഹായിക്കാൻ പറ്റിയ കാര്യങ്ങൾ സഹായിക്കുക, അത് നിങ്ങൾ ഇതിനകത്തും ഇതാക്കുക, പ്രാവർത്തികമാക്കുക. ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഹെൽപ്പ് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൈക്ക് ഡൂലി എന്നുള്ള ഒരു വലിയ ഓഥറാണ്, അതുപോലെ തന്നെ നല്ലൊരു ട്രെയിനറാണ്. അദ്ദേഹം പറഞ്ഞത് ഒബ്സഷൻ വിത്ത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ബൈൻഡ്സ് us ഫ്രം അവർ ലോങ് ടൈം പൊട്ടൻഷ്യൽ. അതായത് നമുക്കൊരു ദീർഘകാലം കൊണ്ട് നമുക്ക് നേടാൻ നമുക്ക് സാധിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാതെ പോകുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ള നമ്മുടെ വാശിയാണ്. ദാറ്റ് ബ്ലൈൻഡ്സ് us. അതായത് നമുക്ക് പെട്ടെന്ന് കിട്ടിയേ തീരൂ. നമുക്കിപ്പോ കടം കൂടി നിൽക്കുവാണേ, അപ്പൊ പെട്ടെന്ന് ഞാൻ സക്സസ് ആകണം. ഈ കടം കൂടിയത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിക്കകത്ത് ഓവർനൈറ്റ് സക്സസ് ആകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ കടവും ഈ ബിസിനസിന്റെ വിജയമായിട്ട് യാതൊരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടവും നമ്മുടെ ബിസിനസിനകത്ത് സ്പീഡപ്പ് ആക്കാനുള്ള ഒരു മാർഗമല്ല, അല്ലെ ഒരു കാരണമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കടം കൂടിയാൽ നമ്മൾ അതനുസരിച്ച് ആക്ഷൻ കൂട്ടണം. അല്ലാതെ നമ്മള് സമയപരിധി കുറച്ചിട്ട് കാര്യമില്ല, എത്ര സമയം ഒബ്സഷൻ വിത്ത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. സോ കുറച്ച് സമയം എടുത്തേക്കാം, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു ബി ആൻ ആവറേജ് പേഴ്സൺ, ഡു നോട്ട് ഡു വാട്ട് ദ ക്രൗഡ് ഈസ് ഡൂയിങ്. അതായത് ഒരു സാധാരണ മനുഷ്യന്, ഒരു സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്യുക. പക്ഷെ അതല്ല, നിങ്ങളൊരു ആവറേജ് ആകാൻ ആഗ്രഹിക്കുന്നില്ലാത്തൊരു വ്യക്തിയാണ്. ഐ വാണ്ട് ടു ബി എബോവ് ആവറേജ്, എനിക്ക് എബോവ് ആവറേജ് ആകണം. അങ്ങനെ ആണെങ്കിൽ സാധാരണക്കാര് എല്ലാവരും ചെയ്യുന്ന പരിപാടി ചെയ്താൽ നമ്മൾ എബോവ് ആവറേജ് ആവില്ല. എല്ലാവരും ചെയ്യുന്നത് എന്താണ്, കുറച്ചുനാൾ നോക്കും, നിർത്തിപ്പോകും. പിന്നെ എന്താണ്, 15-20 കമ്പനികൾ മാറിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, 15-20. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവർക്ക് അതുപോലെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എല്ലാവരെക്കാളും വ്യത്യസ്തമായി ചിന്തിക്കണം. നിങ്ങൾ ചെയ്യുന്ന പരിപാടിയെ എല്ലാവരും അംഗീകരിച്ചാൽ നിങ്ങളൊരു ശരാശരി പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന പരിപാടിക്കകത്ത് ചില ആൾക്കാർ കുറ്റം കണ്ടുപിടിക്കുകയും ചില ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചില ആൾക്കാർ അത് എന്ത് ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്തിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ നല്ല കാര്യം ചെയ്യുവാണ്. നിങ്ങളിപ്പോ ഇലോൺ മസ്കിന്റെ കാര്യം എടുത്തില്ലേ, ഇലോൺ മസ്ക് US വന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആൾക്കാർ മൂക്കത്ത് വരൽ വെച്ചു, ആൾക്കാർ കുറ്റം പറഞ്ഞു, ഇവന് ഭ്രാന്താണ്, ചികിത്സിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മനുഷ്യനായി അങ്ങേര് ചെയ്ത പരിപാടികളല്ല. അപ്പൊ നാസയെക്കാളും വലിയ സ്പേസ് പരിപാടികൾ, ഷിപ്പ് പരിപാടി ഉണ്ടാക്കാൻ തുടങ്ങി ആൾക്കാർ. ഞങ്ങൾക്ക് ഭ്രാന്ത, നാസ എത്ര വർഷം കൊണ്ട് തുടങ്ങിയ പരിപാടിയാ. നാസ ചെയ്ത ഇത്രയും വലിയ പൈസയും വെച്ച് സൂപ്പർ പവറും വെച്ച് ചെയ്ത പരിപാടി 14 വർഷം കൊണ്ട് ഇയാൾ സാധനം മോളി വിട്ടു, ഏത് സ്പേസ് ഷിപ്പ്. അപ്പൊ അത് സാധാരണക്കാരനായിട്ട് ഒരുത്തൻ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നതിന്റെ റിസൾട്ട് ആണ്. അല്ലാതെ അസാധാരണത്വമൊന്നും ഒരു മനുഷ്യനൊന്നും ഇല്ല, അങ്ങനെ ആവശ്യമില്ല. പക്ഷെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ധൈര്യം ഇല്ല. അപ്പൊ ആട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇതാണ് നമ്മുടെ പ്രശ്നം. സോ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക, ഡിഫറെന്റ് ആയിട്ട്. ആൾക്കാർ കുറ്റം പറയട്ടെ, ഈ കുറ്റം പറയുന്ന ആൾക്കാർ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തവരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വരാം. എന്നെ കുറ്റം പറയുന്ന അത്രയും പേരുണ്ട്. എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാർ പലരും ജീവിക്കുന്നത് ഞാൻ ചെയ്തു കൊടുത്ത കാര്യത്തിന്റെ മുകളിലാണ്. അപ്പൊ ഞാനത് നോക്കുമ്പോൾ ചിരിയാണ്. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വലിയ നായ കുരയ്ക്കുമ്പോ ചെറിയ നായ വരയ്ക്കുമ്പോൾ വലിയ കായ ചിന്തിക്കും, കാരണം വരച്ച് പഠിക്കട്ടെ എന്നാലേ ആകാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇതൊരു പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് ആവേശത്തോടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക, നല്ലൊരു ലീഡറെ ഫോളോ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യം ലീഡറെ ഫോളോ ചെയ്യാൻ. നമുക്ക് എല്ലാവരും ലീഡേഴ്സ് ആണ്. യൂട്യൂബ് തുറന്ന എല്ലാവരും ട്രെയിനേഴ്സ് ആണ്. എല്ലാവരും അത് ഇങ്ങനെ നല്ല കയ്യും കെട്ടിയെന്ന് കുറെ സെന്റൻസ് പറയുന്നത്, അവരൊക്കെ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ആണ്. അല്ലെങ്കിൽ അവര് ആക്ച്വലി ദേ ആർ പബ്ലിക് സ്പീക്കേഴ്സ്. അവർ പബ്ലിക് സ്പീക്കേഴ്സ് ആണ്, അല്ലാതെ ഒരു ട്രെയിനർ അല്ല. ട്രെയിനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർമ്മം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നതിനാണ്. അല്ലാതെ 15 മിനിറ്റ് സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടോ 2 മിനിറ്റ് മോട്ടിവേഷൻ 2 മണിക്കൂർ അറ്റൻഡ് ചെയ്തുകൊണ്ടോ നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. അവരെവിടുന്നോ പഠിച്ച കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ അവർ തന്നെ ചെയ്ത കാര്യങ്ങളായിരിക്കും കുറെ പറയുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനാണ് പിന്നെ തിരിച്ചറിഞ്ഞു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ്. ഐ എം നോട്ട് ഡൂയിങ് എനി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്നതാണ്. കാരണം ആൾക്കാരെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ യുവർ തിങ്കിങ്. അതാണ് ശരിക്കും ട്രെയിനിങ്. അവരെ കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്ത് ഡയറക്റ്റ്. അല്ലാതെ 100 കണക്കിന് ആൾക്കാരെ പല സ്ഥലത്തും വിളിച്ചിട്ട് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ കുറെ സ്റ്റോറീസും കുറെ സാധനങ്ങളും പറയുന്നതല്ല. ഞാൻ പറഞ്ഞ അവരാരും കുറ്റം പറയല്ല. നമുക്ക് വേണ്ടത് ഇൻസൈഡിലൊക്കെ നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു നല്ല ലീഡറെ ഫോളോ ചെയ്യുക. ഈ ബിസിനസ് അതിന് യാതൊരു കുറവുമില്ല. ഈസി ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഇൻ യുവർ ലൈഫ്. ഈസി ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല. സിമ്പിൾ, ലളിതം എന്ന് പറയുന്നതും ഈസി എന്ന് പറയുന്നത് രണ്ടാണ്. ഈസി ഞാൻ മെനക്കെടാതെ ചെയ്യുന്നതാണ്. ലളിതം എന്ന് പറഞ്ഞാൽ
നമുക്ക് എന്താ പെട്ടെന്ന് നമുക്ക് എന്താ പറഞ്ഞ ലളിതം, അതിനെ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ലളിതവും ഈസി ആൻഡ് സിമ്പിൾ. അത് രണ്ടും രണ്ടാണ്. സോ ഷോർട്ട് കട്ട് ഇല്ല സക്സസിന് വേണ്ടിയിട്ട്. നമുക്ക് ഒരുമിച്ചൊരു വലിയ ടീമായിട്ട് വർക്ക് ചെയ്യാം. ബിൽഡിംഗ് സ്ട്രോങ് ബേസിസ് ഇൻ എനിത്തിങ് യു ഡു. നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും സ്ട്രോങ് ബേസ് ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു ക്രിയേറ്റ് നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് വിസ്ഡം. ഇതൊരു സീക്വൻസ് ആണ്. ആദ്യം അറിവ്, പിന്നെ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ആ ഒരു ഇതുണ്ടോ മെച്യൂരിറ്റി, അവിടുന്നാണ് വിസ്ഡം ഉണ്ടാകുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും വിസ്ഡം ഉണ്ടാവില്ല. ഞാൻ തന്നെ 15 വർഷം കഴിഞ്ഞ ചെയ്ത ജീവിതത്തില് 15 വർഷം മുമ്പ് എടുത്ത ചില തീരുമാനങ്ങൾ ഇനി എടുക്കില്ല. കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ ഇന്നലത്തെ നമ്മളല്ല ഇന്നത്തെ നമ്മൾ, അല്ലെ? നിങ്ങൾ മനസ്സിലാക്കാം. സോ നിങ്ങളുടെ ജീവിതത്തില് ലെസൺസ് ഇൻ യുവർ ലൈഫ് വിൽ ബി റിപ്പീറ്റഡ് അണ്ടിൽ ദേ ആർ ലേൺഡ്. നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് എന്നും അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടേയിരിക്കും. അബദ്ധം പറ്റുന്ന എന്താ അറിയോ? ഒരബദ്ധത്തിൽ നിന്ന് പഠിക്കാതെ വരുമ്പോ, പഠിക്കുന്നവരെ അബദ്ധം ഇങ്ങനെ പറ്റിക്കൊണ്ടേയിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാ? നമ്മൾ കാറിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വലത്തോട്ട് തിരിക്കാൻ പറയുമ്പോൾ നമുക്ക് എങ്ങോട്ടാ തിരിക്കണേ? ഇത് മറിച്ചോടിക്കാൻ പറയും. ഈ ഡ്രൈവിംഗ് പഠിക്കുന്നത് മറിച്ചോടിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാത്ത കാര്യം, ഇത് എങ്ങോട്ടാ മറിച്ചോടിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ പലപ്പോഴും എന്താ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ പോയി തട്ടും, ഇവിടെ പോയി തട്ടും. തട്ടാതെ ഓടിക്കാൻ പഠിക്കുന്നവരെ നമ്മൾ ഇത് മിസ്റ്റേക്ക് കണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തട്ടത്തില്ല. അതാണ് അതിന്റെ അവസ്ഥ. സോ ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റോറിയാണ്. ഈ വ്യക്തി ജനിച്ച 1946 ഓഗസ്റ്റ് 20 ഒരു സാധാരണ മിഡിൽ ക്ലാസ് ബ്രാഹ്മൺ ഫാമിലിയിലാണ് ജനിച്ചത്. NIE നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ 1967 ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് IIT കാൺപൂരിൽ ചേർന്നു, മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. IIT ഗ്രാജുവേറ്റ് ആണ്, മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. ഈ ജോയിൻഡ് ആസ് എ റിസർച്ച് അസോസിയേറ്റ് വിത്ത് ഫാക്കൽറ്റി ഇൻ IIM അഹമ്മദാബാദ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അഹമ്മദാബാദ് IIM റിസർച്ച് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ചീഫ് പ്രോഗ്രാം ഓഫീസറായിട്ട് പ്രൊമോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ സമയത്ത് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അറിവൊക്കെ തുടങ്ങുന്നുള്ളൂ. 70കളിലാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ആ സമയത്ത് പുള്ളിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ഇനി വരാൻ പോകുന്ന സാധ്യത എന്നൊക്കെ മനസ്സിലാക്കി ഒരു കമ്പനി തുടങ്ങി, സോഫ്റ്റ്രോണിക്സ് എന്നൊരു കമ്പനി തുടങ്ങി. പക്ഷെ അത് ഫെയിൽ ആയിപ്പോയി. എനിത്തിങ് യു ഡു ahead of time is going to be a failure. നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് അതിന്റെ പ്രശ്നം, മോസ്റ്റ്ലി ഫെയിലിയർ. അപ്പൊ അതൊരു ഫെയിലിയർ ആയി. ദെൻ അദ്ദേഹം പല ജോലികളും ചെയ്തു. നല്ലൊരു ജോലി കിട്ടിയില്ല. അവസാനം ഒരു നല്ല ജോലി കിട്ടി. അത് പൂനെയില് പട്നി കമ്പ്യൂട്ടർ എന്നൊരു, അന്ന് പട്നി കമ്പ്യൂട്ടർ എന്ന് ഒറ്റ കമ്പ്യൂട്ടർ ഉള്ളൂ ഇന്ത്യയില്. മേജറായിട്ടൊരു കമ്പനി എന്ന് പറയാൻ പൂനെയിലായിരുന്നു. അവിടെ ഒരു ജോലി കിട്ടി ഇയാളുടെ കഴിവ് കാരണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു. 80കളുടെ മിഡിലാന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ ഒരു ചാരനാന്ന് പറഞ്ഞ് ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച് പുള്ളി അറസ്റ്റ് ചെയ്ത്. പുള്ളിയുടെ കഥയിൽ പറയുന്നുണ്ട്, ഞാൻ മിക്കവാറും അവിടെ തൂക്കിലേറ്റപ്പെടേണ്ട ആളായിരുന്നു, പക്ഷെ എന്തോ ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവർ തിരിച്ചറിഞ്ഞു ഞാൻ അങ്ങനെ ഒരാളല്ല എന്നുള്ളത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പിടിച്ചോണ്ട് പോയി. പിന്നെ ആഴ്ചകൾ കഴിഞ്ഞാൽ പുറത്തു വിട്ടത്. അതും അദ്ദേഹത്തിന് ജെനുവിനിറ്റി മനസ്സിലാക്കാൻ സമയമെടുത്തു. അതാണ് അദ്ദേഹത്തിന് പ്രൊഫഷണൽ കരിയർ വളരെ ടഫായിരുന്നു. അദ്ദേഹം പല ബിസിനസ്സുകളും നോക്കിയെങ്കിലും ഒരിക്കലും വർക്കൗട്ട് ആയില്ല. നിങ്ങൾ പലരും പല ബിസിനസ്സുകൾ ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല, അതൊരു കാരണമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. നിങ്ങൾ അത്ര എക്സ്പീരിയൻസും കൊണ്ട്. അങ്ങനെ 81 അദ്ദേഹം 6 സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട് ചെറിയൊരു കമ്പനി ഉണ്ടായി. 81 അദ്ദേഹം 7 പേര് ചെറിയ കമ്പനി ഉണ്ടായി. ഒരാൾ 25,000 രൂപ വെച്ചിട്ടായിരുന്നു ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ്. 1981 25,000 വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയുടെ മുകളിൽ ഉണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ അത് കൂടുതൽ ഉണ്ടാവും. പൈസ ഇല്ലായിരുന്നു. ഇങ്ങനെ ഇത്ര വലിയ IIT-യിലും IIM-ലും പഠിച്ച ആളാണല്ലോ. ഇയാളുടെ പൈസ ഇല്ലായിരുന്നു. ഭാര്യയുടെ മംഗൾസൂത്ര വരെ പണയം വെച്ചിട്ടാണ് 25,000 രൂപ, ഓർണമെന്റ്സ് പണയം വെച്ചിട്ടാണ് 25,000 ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അതൊരു കമ്പ്യൂട്ടർ സർവീസ് കമ്പനി ആയിരുന്നു. അപ്പൊ ഒരു കമ്പ്യൂട്ടർ ഇവർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തന്നെയല്ല, ഈ കമ്പ്യൂട്ടർ ഇവർക്ക് ഒരെണ്ണം മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 6-7 പേരും ഉണ്ട്. ഇവരെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. എന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് വന്നിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ട് രാവിലെ 5 മണി വരെയൊക്കെ ഇവരുടെ ഈ പുതിയ പ്രൊജക്ടിനകത്ത് അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. സോ 3 വർഷം വർക്ക് ചെയ്തു. ഇതിനകത്ത് 3 പേര് നിർത്തിപ്പോയി. അവരെ നിർത്തിയില്ല. അവർ ജോലിയൊക്കെ തപ്പി. ഇത് വേണ്ട, ഞാൻ ഈ ഫുൾ ടൈമേഴ്സ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതായി. 3 വർഷം കഴിഞ്ഞപ്പോ ഈ 3 പേര്, 7 പേരിൽ 3 പേര് അവർക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ നടക്കുകയല്ലെന്നുണ്ട്. അവർ ഫുൾ ടൈം ആയി, ജോലി വിട്ടിട്ട് ഫുൾ ടൈം ആയി, ഈ പ്രൊജക്റ്റിൽ ഫുൾ ടൈം ആയി. ഇപ്പൊ 7 പേരുണ്ട്. 4 പേര് അവർ പാർട്ട് ടൈം ആയി തുടങ്ങുന്നു, 3 പേര് ഫുൾ ടൈം ആയി. അത് കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് ഈ കമ്പനി ഇവർ ഫുൾ ടൈം ആയി കഴിഞ്ഞ് തുടങ്ങിയിട്ട് 8 വർഷമായിട്ട് ഈ കമ്പനി മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ അവർക്ക് ജീവിക്കാനുള്ള മാർഗം പോലും കിട്ടുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസം, അവർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ എല്ലാവരും ക്ലാസ്മേറ്റ്സും എല്ലാവരും ഇവരെ ചുറ്റും ഇവരെ പഠിച്ച IIT പഠിച്ച ആൾക്കാരും ഇവരുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ജീവിതത്തിൽ സെറ്റിലായി. അന്നേരം ഇന്റർനെറ്റ് ബൂമായില്ല, കമ്പ്യൂട്ടർ ബൂം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവരെല്ലാവരും ഉപദേശിക്കാൻ തുടങ്ങി, നിങ്ങൾ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യുക, ജോലി കിട്ടും. അമേരിക്കയിലൊക്കെ ഭയങ്കര സാധ്യതയാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ?
നമ്മളോട് പഠിച്ച ആൾക്കാരോ നമ്മുടെ നാട്ടിൽ നമ്മുടെ സെയിം പ്രായത്തിലുള്ള ആൾക്കാരോ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആയാൽ പിന്നെ നാട്ടുകാർ കൂടെ നമ്മുടെ പ്രശ്നമാണ്. നീ അവനെ കണ്ടില്ല, അവൻ ഗൾഫിൽ പോയി, അവൻ റിയാദിൽ പോയി, അവൻ ഒമാനിൽ പോയി, അവൻ UK പോയി, അവൻ നേഴ്സായി, അവന്റെ മക്കൾ നേഴ്സായി, നീ പോകുന്നില്ല. ഇതാണ് കമ്പാരിസൺ. ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ് ഇത്. ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വിട്ടിട്ട് വന്ന സമയത്ത് എന്റെ നാട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്റെ കുഞ്ഞിനെ എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചു, ആരെങ്കിലും സർക്കാർ ജോലി വിടുവോ, പെൻഷൻ കിട്ടുന്ന ജോലിയാ. എന്റെ 26-ാമത്തെ വയസ്സിലെ 24 വയസ്സിൽ ഞാൻ ജോലി വിട്ട്, പെൻഷൻ കിട്ടുന്ന 60 വയസ്സ്. ഇനി എനിക്ക് 5-6 വർഷം പോയാലേ പെൻഷൻ കിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, അന്ന് പറഞ്ഞ പെൻഷൻ കിട്ടുന്ന ജോലിയാ. ഇതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഈ നാട്ടുകാരുടെ അഭിപ്രായം കേട്ട് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്തിയാൽ ആരും കേൾക്കാതിരിക്കാൻ പറ്റി നമ്മൾ നേരെ മുന്നോട്ട് പോകും. അവരുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം ഓരോ സെറ്റിൽ അവർ ഉപദേശിക്കാൻ തുടങ്ങി. സോഫ്റ്റ്വെയർ ബൂമാണ്, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതത്തിൽ 8 വർഷമൊക്കെ ഒരു കൂടിയ കാലഘട്ടം അല്ലേ, നീ ചെയ്യേ. അപ്പം ഇവരുടെ പൈസ ഇല്ല. ഈ കമ്പനി തുടങ്ങി വലുതായി വരുവാണ്, ഇവർക്ക് ജീവിക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല. അപ്പൊ വാച്ച്മാൻ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, ഇവർക്കൊക്കെ ഈ കമ്പനിയുടെ പറയും ഞങ്ങൾ ഷെയർ തരാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പൈസ കൊടുക്കാനല്ല എല്ലാവരും പിടിച്ചു നിർത്തി. ഇവരെ നല്ല വാക്ക് പറഞ്ഞ് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഇവരൊരു പാർട്ണർഷിപ്പിലേക്ക് എത്തി, കമ്പനി മറ്റൊരാളുമായിട്ട്, അത് ഫെയിലായി. സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫെയിൽ ആയപ്പോ കമ്പനിക്ക് അതൊരു അഭിപ്രായ വ്യത്യാസമായി. 7 പേര് 2 പേര് കമ്പനി വിട്ടുപോയി. ഞങ്ങൾ മതിയായി, ദൈവം നമസ്തേ എന്ന് പറഞ്ഞ് അവർ വിട്ടുപോയി. കാരണം ഇനി നമുക്ക് 8 വർഷമോ 9 വർഷമൊക്കെ ആയി, ഇനി നമുക്ക് നിൽക്കാൻ പറ്റിയല്ല. തന്നെയല്ല, കമ്പനി അഭിപ്രായ വ്യത്യാസമായി, ഇനി ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞ് അവർ വിട്ടുപോയി. ഇന്ന് ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് വിട്ടുപോയി. പക്ഷെ ബാക്കിയുള്ള 5 പേര് മുന്നോട്ട് പോയി. അവര് 5 പേരോട് ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 5 ഡ്രൈവർ ആയിരുന്നു ഈ വണ്ടിക്കുണ്ടായിരുന്നത്. 5 പേര് നമ്മുടെ ബിസിനസ്സിലെയും ജീവിതത്തിലൊക്കെ പ്രശ്നം, നമ്മളെ നയിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. ഒരു ജില്ലയ്ക്ക് 2 കളക്ടർ വന്ന എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതേ അവസ്ഥയിലായി 5 പേര് ഒരുമിച്ച് വന്ന എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഒരാളെ സെലക്ട് ചെയ്തു. ബാക്കി 4 പേരും എങ്ങനെ പറയുന്ന കേൾക്കാൻ 100% എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള, എല്ലാവരും ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള, ഹൈലി കഴിവുള്ള IIT IIM ലെവലുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും പറഞ്ഞു, നീ ഞങ്ങളുടെ ലീഡർ, ബാക്കി ഞങ്ങളെല്ലാം നീ പറയുന്ന കേൾക്കും. അത് റിലീജിയസ് ആയിട്ട്, അതായത് അവർ കൃത്യമായി അത് ഫോളോ ചെയ്തു. അങ്ങനെ ഒരാൾക്ക് കംപ്ലീറ്റ് അതോറിറ്റി കൊടുത്തു. 100% അതിനെ 2004 വരെ അവർ ഫോളോ ചെയ്തു. എന്നുപോലെ 1990 മുതൽ. ആലോചിച്ചു നോക്കണം, ആ കമ്പനി അവിടെ നിന്ന് വളർന്നു. 3 വർഷം കൊണ്ട് കമ്പനി വളർന്നു. പിന്നെയുള്ളതൊക്കെ ഹിസ്റ്ററിയാണ്. ആ കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 10 കമ്പനികളിൽ ഒന്നായ ഇൻഫോസിസ് ടെക്നോളജീസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 10 ഇപ്പൊ 7-ാമത്തെ കമ്പനി 6-ാമത്തെ കമ്പനി മറ്റാണ് ഇൻഫോസിസ് ടെക്നോളജീസ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ആദ്യത്തെ 10 വർഷം ദുരിതമായിരുന്നു. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു മലയാളിയാണ്, മലയാള മനോരമ ഫാമിലിയിലുള്ള ആളാണ്. അദ്ദേഹം മണിപ്പാൽ സെന്ററിന്റെ CEO ആയിരുന്നു. അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഫോസിസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നാരായൺ മൂർത്തി ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച പൈസയായിട്ട് ഒരു 200 സ്ക്വയർ ഫീറ്റ് ഓഫീസിന് വേണ്ടി എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റോറി. ആ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ന് മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ജോലി കൊടുക്കും. ഇന്ന് ഇൻഫോസിസ് ജോലി എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് ആണ്. പക്ഷെ അതേസമയത്ത് ഇൻഫോസിസിന്റെ ഫൗണ്ടേഴ്സിനോട് നാട്ടുകാർ പറഞ്ഞിട്ട് നീ ജോലി ഓടാണ്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇന്ന് ആ നിർത്താതെ പോയ 5 പാർട്ട്നേഴ്സിന്റെ ഒരാളുടെ ആസ്തി മിനിമം 30,000 കോടിയാണ്. അവരുടെ മക്കളുടെയും കൂടെ കൂട്ടി അതിൽ കൂടുതലാണ്. പോയവൻ എന്തായി പോയി. ഇതിനകത്ത് 2 മലയാളികളുണ്ട് കാണിച്ചോക്കിയ ഈ ഇപ്പൊ ഉള്ളതിനകത്ത് 5 പേരില് ഈ ഷിബുലാലും അതുപോലെ തന്നെ ക്രിസ് ഗോപാലകൃഷ്ണനും. ഇവരുടെയൊക്കെ ആസ്തി 25,000-30,000 കോടി രൂപയാണ്. അതിന് മുകളിലോട്ടുണ്ടാകും. ഇപ്പൊ അത് കുറച്ചാൾ മുമ്പത്തെ കഥ, അതിന് മുകളിലുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, 2 പേര് വിട്ടവന്മാർ എന്തായിരിക്കും അവരുടെ അവസ്ഥ. അതിനും ഒരു മലയാളി ഉണ്ടായിരുന്നു. സോ പേര് നാരായൺ മൂർത്തി. ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒരാൾ വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ ഭാര്യ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്ന് നിലത്തിരുന്ന് പൊങ്കാല ഇടുന്ന ഫോട്ടോ ഒക്കെ പ്രചരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആസ്തി 20,000 കോടി 15,000 കോടിയാണ്. അതേ സമയത്ത് തിരുവനന്തപുരത്തുള്ള പല സാധാരണക്കാർ പോലും നിലത്തിരുന്നൊക്കെ, സാധാരണക്കാരല്ല, ഒരു ഇതുപോലും നിലത്തിരുന്ന് ഇടാനും പാന്റെ കീഴൊക്കെ പോയിരുന്ന സമയത്ത് ഇവര് നിലത്തിരുന്ന് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് കൂളായിട്ട് പോയി. അവർ ആരാധനക്ക് അറിയത്തില്ല. അവര് ഇപ്പൊ പത്മശ്രീ അവരുടെ സ്ഥാനം കൊടുത്തു, അവർക്ക് പത്മഭൂഷണാണ് കൊടുത്തു. അത് മാത്രമൊന്നുമല്ല, അവരൊരു സ്പീച്ച് കേട്ടാൽ മനസ്സിലാവും എന്തുമാത്രം കഴിവുള്ള ലേഡിയാ. ടാറ്റ ഗ്രൂപ്പിൽ ആദ്യത്തെ ലേഡി മാനേജറായിരുന്നു, ലേഡി എഞ്ചിനീയറും മാനേജറുമായിരുന്നു. സോ ഇന്ന് ഇൻഫോസിസിൽ 3,23,000 സ്റ്റാഫ് ഉണ്ട്. ഇന്ന് അതിന്റെ $20 ബില്യൺ റവന്യൂ. 1.66 lakhs crore, 1,66,00,000 കോടി. ഒരു വ്യക്തി നിർത്താതിരുന്നതിന്റെ ഗുണമാണ് ഇതല്ല. സോ 1,000 രൂപ ഇൻഫോസിസിന്റെ 9 കോടി ആയിട്ടുണ്ടാവും.
1000 രൂപ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 9 കോടിയായിട്ടുണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ദാറ്റ് ഈസ് കോൾഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. സോ നാരായൺ മൂർത്തിയുടെ ഡ്രൈവറിന്റെ അസറ്റ് 110 കോടിയായിരുന്നു 2013. കാരണം അങ്ങേർക്ക് പൈസ ഇല്ലാത്തപ്പോ ഷെയർ കൊടുത്തു. ആ ഷെയർ കാശില്ലാത്തപ്പോ ഷെയർ കൊടുത്തു. അവിടെ അയാളുടെ വാസ്തി 110 കോടിയായി. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൂർത്തി ഇദ്ദേഹം പറഞ്ഞു എനിക്ക് നേരിട്ട്, അതായത് ഇത് ഈ പൈസ കയ്യിൽ മേടിച്ച ആള് ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് പറഞ്ഞ, മനോജ്, ദിസ് ഇസ് ലൈഫ് ഇസ് നത്തിങ്. ഐ ഹാവ് സീൻ മൂർത്തി കമ്മിങ് ടു മൈ ഓഫീസ്. ഹി കെയിം ടു മൈ ഓഫീസ്. അയാളുടെ ഭാര്യയുടെ വൈഫ് സ്വർണം പണയം വെച്ചുള്ള പൈസയായിട്ട് ഓഫീസിൽ വന്ന എന്റെ മുമ്പിലാവുന്നു. ഞാൻ ഇതാണ് ജീവിതത്തിന്റെ കഥ. നിങ്ങൾ മനസ്സിലാക്കുക. ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും വിശ്വസിച്ച് അതിന്റെ പുറകെ പോകണം. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആരെങ്കിലും ചുറ്റും നോക്കിക്കൊണ്ട് നടക്കരുത്. ആരെങ്കിലും ചെയ്യണം. സക്സസ് ചിലപ്പോൾ ഡിലേ ആവും, പക്ഷെ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൂസിയാസം നഷ്ടപ്പെടാത്ത ഫോക്കസുകൾ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. എ ഗ്രേറ്റ് ഫ്യൂച്ചർ ബിലോങ്സ് ടു യു. ഹാർഡ് വർക്ക് ആൻഡ് പെർസിസ്റ്റൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ സക്സസ് വെരി ഗ്ലോബൽ ഈസ് ഓൾവേസ് ദെയർ. SBG is golden wings to fly. നിങ്ങൾക്ക് ചിറകുകൾ ഉണ്ടെങ്കിൽ പറക്കണം, എഴിഞ്ഞു നടക്കരുത്. ഫ്ലൈ അബവ് ദ റെയിൻബോ. മഴയുള്ള സമയമാണ്, റെയിൻബോ ഒക്കെ കാണാൻ വളരെ എളുപ്പമാണ്. അപ്പൊ റെയിൻബോയുടെ മുകളിൽ പറക്കണം, എങ്കിലേ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. സോ ഓൾവേസ് യു ഹാവ് ടു കീപ് ടെല്ലിംഗ് ടു യുവർ സെൽഫ്, നിങ്ങളൊരു സക്സസ് ആണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദ ബെസ്റ്റ്, ഐ ഹാവ് ദ ബെസ്റ്റ്, ഐ ആം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഇസ് മൈ ബെസ്റ്റ് ഡേ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് അർഹതയുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ ഏറ്റവും ബെസ്റ്റ് ആയുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ ഇഗ്നൈറ്റഡ് ആണ്, ഐ ആം ദി ബെസ്റ്റ്, ഐ ഹാവ് ദ ബെസ്റ്റ് ആൻഡ് ടുഡേ ഇസ് മൈ ബെസ്റ്റ് ഡേ. പോളണ്ട് മൂസയുടെ ബെന്റ്ലി ഇറക്കുന്നതിന്റെ വീഡിയോ കണ്ടു. നിങ്ങൾ ആ വീഡിയോ ഒക്കെ പോയി കാണണം. അതുപോലത്തെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ആണ് നമുക്ക് വേണ്ടത്. സോ ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ. ജീവിതത്തിൽ ഒരു നല്ല ദിവസം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. മഴയും വെയിലും ഒക്കെ സൈഡിലൂടെ പൊക്കോളൂ. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗ്രേറ്റ് ഇയർ അഹെഡ്. നല്ലൊരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ടേക്ക് കെയർ. ഹാവ് എ ഗ്രേറ്റ് ലൈഫ്. Bye bye. See you tomorrow with another leader and the topic. Bye bye.